Hi everyone, welcome to Quick Learn. This is Rishin. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർലോഡിംഗ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ. സോ ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി ഫ്രണ്ട് ഫംഗ്ഷൻ. സോ ഈ ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് യൂസിങ് എ ഫ്രണ്ട് കീവേഡ്. So we will be having a keyword front in front of the function. Okay, so front function use ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുന്ന ടൈമിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഔട്ട്സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ക്ലാസിൻ്റെ ഇൻസൈഡിൽ വി വിൽ ബി ഓൺലി ഡൂയിങ് ദ ഡിക്ലറേഷൻ ഓഫ് ദി ഓവർലോഡഡ് ഓപ്പറേറ്റർ using the front keyword. Okay, and the definition of that function will come outside the class. So that is the one point we need to understand. Okay, അപ്പോൾ ബൈനറി ഓപ്പറേറ്ററിൻ്റെ കേസ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫംഗ്ഷന് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഓപ്പറാൻഡ് 1ഉം ഓപ്പറാൻഡ് 2ഉം നമ്മൾ രണ്ട് ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് ആണെങ്കിൽ, യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ we'll be having one operand. So നമ്മളൊരു ഓപ്പറാൻഡിലാണ് യൂണറി ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. So that operand will be passed as the argument. So in case of overloading unary operator using front function, we'll be having one argument, and in case of overloading binary operator using front function, we'll be having two arguments as the parameters of the front function. Okay, so let me do this in our IDE. So നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ here we have a class named complex. Here we have a class which is having the name complex, and രണ്ട് data members ഉണ്ട്, real and imaginary. Here also we are doing the addition of complex numbers. Okay, so this class is having two data members, real and imaginary. Those are private data members, and we are defining three methods or functions which is public in nature. So set value is for setting the values of real and imaginary data members, and display is used for displaying the complex number. Okay, and we have the third function, that is our front function. Okay, this is our front function. So നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രണ്ട് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായത്? ആക്ച്വലി ദിസ് ഫംഗ്ഷൻ, ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ദിസ് ഫംഗ്ഷൻ ഈസ് പ്രിസീഡഡ് ബൈ ദിസ് ഫ്രണ്ട് കീവേഡ്. സോ ദിസ് ഫംഗ്ഷൻ, ആക്ച്വൽ ഫംഗ്ഷൻ ഈസ് പ്രിസീഡഡ് ബൈ ദ കീവേഡ് ഫ്രണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രണ്ട് ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഡിക്ലെയറിംഗ് ഫ്രണ്ട് ഫംഗ്ഷൻ യൂസിങ് ദി കീവേഡ് ഫ്രണ്ട്. ഓക്കെ, നൗ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ദിസ് ഈസ് ആക്ച്വലി ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ ഫംഗ്ഷൻ നെയിം. ഓപ്പറേറ്റർ പ്ലസ് മീൻസ് വി ആർ ഓവർലോഡിങ് the plus operator. Okay, so this is the function name and this is the arguments. So in this function we are passing two arguments or two parameters which is of type complex. Now what is complex? Complex is a class which is having two data members, real and imaginary. So ഈ ഫ്രണ്ട് ഫംഗ്ഷനിൽ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. രണ്ട് പാരാമീറ്റേഴ്സും കോംപ്ലക്സ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, and again this front functionന്റെ ഡിക്ലറേഷൻ മാത്രമേ നമ്മൾ ക്ലാസിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓർ ഫംഗ്ഷൻ ബോഡി we are defining it outside the class. Okay, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ ബൗണ്ടറി. സോ we are defining outside the class. And now let me come to the main function. So this is the entry point of our program, main. In this main function we are instantiating three objects, a, b and c. So these a, b and c are three objects which is of type complex. Now after instantiating a and b, I am setting the values of real and imaginary of a and b using the set value method. So set value method യൂസ് ചെയ്തിട്ട് ഞാൻ b യുടെയും a യുടെയും വാല്യൂസിനെ അസൈൻ ചെയ്യാണ്. a is assigned with 2 and 3. 2 is the real number and 3 is the imaginary number.
and b is assigned with 5 as the real part and 8 as the imaginary part, and then we are displaying these two complex numbers, a dot display and b dot display. Okay, now the 44th line, c is equal to a plus b എന്ന് പറയുന്നതാണ് നമ്മളുടെ actual operation of addition. So here we are adding two objects. So here we are adding two complex number objects. Okay, so by adding these two objects, we'll get a object as a resultant, which is stored in C. So ഈ ഒരു ലൈൻ നമ്മൾ ചെയ്യുന്നത്, എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. So front function definition എന്ന് പറയുന്നത്, we are having a return type of complex, and this is the function name, and we are having two parameters, complex IA and complex IB. So these two parameters are passed as the argument, and here inside this function ഇവിടെ നമ്മൾ ഒരു temp വേരിയബിളിനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. then temp ഒബ്ജക്റ്റിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്ത് കിട്ടുന്ന ആർഗ്യുമെന്റ്സ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും റിയലും ഇമാജിനറി പാർട്ടും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ടെമ്പിന്റെ റിയൽ എന്ന് പറയുന്നത് എയുടെ റിയൽ പ്ലസ് ബിയുടെ റിയൽ, ടെമ്പിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എയുടെ ഇമാജിനറി പാർട്ട് പ്ലസ് ബിയുടെ ഇമാജിനറി പാർട്ട്. So temp object നമ്മൾ initialize ചെയ്തു, and we have set the value of tempന്റെ റിയൽ പാർട്ടിന്റെ ഇമാജിനറി പാർട്ടിന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അസൈൻ ചെയ്തു. Now we are returning the object temp. Hence the return type is complex. Temp is of type complex, right? So return type is complex. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ കോൾ ചെയ്യുന്ന ടൈമിൽ എന്താ ചെയ്യുന്നത്? ആക്ച്വലി എ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റും രണ്ട് പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ദെൻ ടെമ്പററി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ സിയിലേക്ക് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഡാറ്റ മെമ്പേഴ്സിനെ. സോ ഈ ഇനീഷ്യലൈസേഷൻ ആണ് ഇവിടെ ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ദെൻ വി ആർ ഡിസ്പ്ലേയിങ് ദ വാല്യൂ ഓഫ് സി യൂസിങ് ദ ഡിസ്പ്ലേ ഫംഗ്ഷൻ. ഇത്രയാണ് ബൈനറി ഓപ്പറേറ്റർ, ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റർ യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫ്രണ്ട് ഫംഗ്ഷൻ എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോ ദിസ് ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് ഡിക്ലെയർഡ് യൂസിങ് ദ കീവേഡ് ഫ്രണ്ട്. ഓക്കെ, നമ്മളൊരു നോർമൽ ഫംഗ്ഷനെ നമുക്ക് ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കി മാറ്റാൻ പറ്റും. നോർമൽ ഫംഗ്ഷനെ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത്, നോർമൽ ഫംഗ്ഷന്റെ മുമ്പിൽ പ്രിസൈഡ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ കീവേഡ് ചേർക്കണം. ആൻഡ് അഗെയിൻ വെൻ വി ആർ ഡിഫൈനിങ് ദിസ് ഫ്രണ്ട് ഫംഗ്ഷൻ ഓർ ഡിക്ലെയറിംഗ് ദ ഫ്രണ്ട് ഫംഗ്ഷൻ, ക്ലാസിന്റെ ഉള്ളിൽ ഡിക്ലറേഷൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ, ആൻഡ് അഗെയിൻ ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഔട്ട്സൈഡ് ദി ക്ലാസ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഫ്രണ്ട് ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റും. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാതെ തന്നെ ഫ്രണ്ട് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ആക്ച്വലി ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി ഫ്രണ്ട് ടു എനി നമ്പർ ഓഫ് ക്ലാസ്സസ്. നമുക്ക് വേറൊരു കോംപ്ലക്സ് ക്ലാസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫ്രണ്ട് ആക്കി വെക്കാം. ഓക്കെ, സോ this is like a global function. So we can call a global function if it is a friend of a certain class. Now let me compile this. Our compilation is complete. Now when we run this, we can see that here we are passing the value 2 and 3, that is 2 plus 3i, and here we are passing 5,8, that is 5 plus 8i. We are displaying using display functions. Okay, and when we do this line, it comes to this function, front function, and actual calculation is done here. So 2 plus 5 will be done here and assigned. 7 will be assigned to this, and 3 plus 8 will be done here, and it will be assigned to temp dot imaginary as 11. Okay, then we are displaying the value like this. So this is the example for
overloading binary operator using front function. Okay, now let me show another example of overloading unary operator using front function. So unary operator overload ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ unary operatorൽ ഇതേപോലെ തന്നെ കോംപ്ലക്സ് ഓപ്പറേറ്റർ മൈനസ് ഫ്രണ്ട് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു കേസിൽ നമ്മളുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഔട്ട്സൈഡിലാണ്. ഓക്കെ, ക്ലാസിൻ്റെ ഔട്ട്സൈഡിലാണ്. യു ക്യാൻ സീ ദാറ്റ് അവർ ക്ലാസ് ബൗണ്ടറി ഈസ് ദിസ് ആൻഡ് വി ആർ ഡിഫൈനിങ് ദ ഫംഗ്ഷൻ ഔട്ട്സൈഡ് ദി ക്ലാസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷനിലേക്ക് ഒരു ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്യണം. സോ നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ, അതായത് overloading unary operator without using front function, we don't need to pass any argument. Okay, so when we are using front function, we need to pass the operand, a single operand or the only operand should be passed as the argument to our function. So while we are doing this operation, we are actually passing the value a or the object a into the front function. Okay, so that's why we are having one argument. For the binary operator, actually we need to pass both these objects into the front function. So binary operator ആണെങ്കിൽ രണ്ട് ഒബ്ജക്ട്സിനെ നമ്മൾ പാസ് ചെയ്യണം. യൂണറി ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ മാത്രം പാസ് ചെയ്താൽ മതി. So this is the difference. You can see this is the example for overloading unary operator using front function. Okay, thank you.